മോള് വിചാരിച്ചോ ഞാനാണെന്ന്? എനിക്ക് സന്തോഷമായി. കാരണം മോളെ എന്നെ നോക്കി തന്നെ മുറുക്കി തുപ്പി ഏതാരാണെന്നൊക്കെ 3-4 പ്രാവശ്യം ആയപ്പോൾ ഞാൻ എണ്ണിച്ചങ്ങോട്ട് വരട്ടെന്ന് തോന്നി. പക്ഷെ പാട്ട് സുന്ദരമായിട്ട് പാടി കേട്ടു. ആ മേളിലോട്ടൊക്കെ പോകുമ്പോൾ ഇത്തിരി സ്ക്രാച്ച് വന്നു. കാരണം നല്ല ഹൈ പിച്ച് ആയപ്പോഴത്തേക്ക്. പല്ലവിയും വീണ്ടും 2 സ്റ്റാൻസ് ഇല്ലേ, അതിൽ ലാസ്റ്റ് സ്റ്റാൻസൊക്കെ എന്താ എന്നെ മാതിരി ഇരുന്നത്, അയ്യോ അലുവ മാതിരി ഇരുന്നത്. സൂപ്പർ. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ. പിന്നെ ഞാൻ വേണ്ട, ഞാനൊരു കാര്യം പറഞ്ഞു. എന്റെ വീട്ടിന്റെ അടുത്തുള്ള ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി ഓഡിഷനൊക്കെ വന്നപ്പോൾ പറഞ്ഞ് നല്ലോണം സെലക്ഷൻ കിട്ടിൻ്റെ എൻ്റെ പേര് പറയണേന്ന്. ഇപ്പൊ ചേച്ചി ഇല്ല, ഇപ്പൊ ലളിതാത്ത മരിച്ചു. ആ കുഞ്ഞ് ഇങ്ങോട്ട് ഓഡീഷന് വരുന്ന സമയത്തെ ചേച്ചി പറഞ്ഞിരുന്നു കുഞ്ഞിന് ഇവിടെ സെലക്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചേച്ചീന്റെ പേര് പറയണമെന്ന്. പക്ഷെ സെലക്ഷൻ കിട്ടി കുഞ്ഞ് പാടാനൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചി ഇല്ല, ചേച്ചി മരിച്ചുപോയി. എന്താ മക്കളെ ചേച്ചിയുടെ പേര്? ചേച്ചീന്റെ പേര് ഞാൻ വിളിക്കുന്ന പേര് ലളിതാത്ത. മക്കളെ എന്തോ ഇതേതാ മക്കളെ ഇത്തരമുള്ള തേങ്ങ? ഇവിടെ കൊറേ നേരം കൊണ്ട് കാണിക്കുന്ന അത് തേങ്ങനെ ഞാൻ എങ്ങനെ അടയ്ക്കാം? ഇത്ര ചെറുതാ. അടയ്ക്ക വെള്ളക്ക മച്ചിങ്ങ വെള്ളക്ക എന്നൊക്കെ പറയും. ഇത് തേങ്ങയാ. ഇത് മാങ്ങാണോ? പാടാസാദ്യം പാടി ഞാൻ മേലി പാടി കുറച്ച് കരകരപ്പടി. അത് കുഴപ്പമില്ല അല്ലേ, നമ്മൾ ഇവിടുത്തെ നില വിളിക്കല്ലേ അല്ലേ മോളെ, നമ്മൾ തൊണ്ടയ്ക്കകത്ത് അതൊക്കെ വരും, അതൊന്നും ഒരു ഇഷ്യൂ അല്ല. പക്ഷെ ഇത്രയും ലിറിക്സൊക്കെ കാണാപാഠം പഠിച്ച് അയ്യോ ഞെട്ടിപ്പോയി കേട്ടോ മക്കളെ. ഐ ലവ് യു. പുതിയതാണല്ലോ എങ്ങാണ്ടൊരു ചെറിയൊരു എവിടുന്നോ എന്റെ മോളെടുത്ത് പറഞ്ഞ പോച്ച. പിന്നെ എന്തെങ്കിലും തിരക്കിട്ട് ഇങ്ങനെ ആക്കിയതെന്ന് അടിയാ വീട്ടിൽ. അതെന്തോ ഒരു ചെറുങ്ങനെ ഒരു സ്പാനർ എന്നൊക്കെ പറയാൻ. ഇതൊക്കെ നീ തന്നെ എന്നെ പഠിപ്പിച്ചത് ഇങ്ങനെയുള്ള. അതൊക്കെ അമ്മ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ ബ്ലഡിലുള്ളതാ അത്. ഞാൻ കണ്ടിട്ടില്ല, നമ്മൾ ആദ്യമായിട്ട് കാണുക. അതെന്റെ കുഴപ്പമില്ല. നീ പറയടാ. നിങ്ങളെയൊക്കെ പേടിപ്പിക്കും, നിങ്ങളൊന്നും വേണ്ട. അണ്ണാച്ചി ഇതെന്താണ്? എന്നാ ഞാൻ എല്ലാം തുറന്നു പറയാം. പക്ഷെ ആരോടും പറയരുത്, ആരോടും പറയില്ല. വാക്കുതാ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വേണ്ട അണ്ണാ ജീവിതത്തിൽ. മാറ്റം വേണം ജീവിതത്തിൽ. എക്സാക്ട്ലി അതാണ് പോയിട്ട്. സത്യമാണ്, അറിയാതെ സത്യം പറഞ്ഞു. ജീവിതത്തിൽ ഒരു മാറ്റം വേണ്ടേ? അല്ല ഇതൊക്കെ ചുമ്മാ രസമല്ലേ? ഇത് രസോ പിന്നെ അല്ലാണ്ട് ഇതെന്റെ മോളെടുത്ത് കാണിച്ച് അവളെന്നെ ഓടിച്ചു. സബ്ജക്റ്റ് മാറ്റം. എന്താണ് സബ്ജക്ട് എന്ന് സത്യമാണ്. ഇത് അവര് കേൾക്കുന്നുണ്ടാവല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. ലച്ചുകുട്ടി എന്തോ സൂപ്പറായിട്ട് പാടി. താങ്ക് യു. അച്ഛന്റെ കാര്യം, അച്ഛൻ എന്താണ് വന്നത് സോറി. നന്നായിട്ട് അറിയായിരുന്നു ഈ ചൂട്. അച്ഛൻ എന്നാണോ ആദ്യമായിട്ട് വരുന്നേ? അല്ല, ഒരു ദിവസം വന്നിരുന്നു പച്ചക്കറിക്കായി തട്ടിന്. ആ അപ്പൊ പഠിപ്പ് വന്നാണല്ലേ. പിന്നെ എവിടെ പോയി? പിന്നെ തിരക്കായിപ്പോയോ? വീട്ടില് തിരക്കായിരുന്നോ? ജോലിയൊക്കെ ചെയ്യായിരിക്കും അച്ഛൻ വീട്ടിലല്ലേ മക്കളെ? അത് എല്ലാരും ജോലി ചെയ്യണം, പാത്രമൊക്കെ കഴുകി വെച്ച്. അതെ എല്ലാരും ചെയ്യണം. എല്ലാരും ചെയ്യണം. പരസ്പര സഹായം നല്ലത് തന്നെയാണ് ജീവിതത്തിൽ. ഐ ലവ് യു പറഞ്ഞിട്ട് ചെയ്യണം.